നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം ഭക്തിസാന്ദ്രം. ആയുർവേദ സ്വരൂപനായ ശ്രീ ധന്വന്തിരി മൂർത്തിയെ ദർശിക്കുവാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് ബുധനാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളഭാട്ടം നടക്കും. കോഴിക്കോട് സാമൂതിരി രാജായുടെ വഴിപാടാണ് കളഭാട്ടം. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളിലെ ലഹരി വ്യാപനം, വ്യാപക പരിശോധനയുമായി എക്സൈസ് സംഘം. 3 ഗ്രാം MDMA-യുമായി അക്കിക്കാവ് ബൈപ്പാസിൽ നിന്നും യുവാക്കളെ പിടികൂടി. അറസ്റ്റിലായത് മലപ്പുറം താനൂർ സ്വദേശികളായ മുഹമ്മദ് സിനാൻ, സൈനുൽ ആബിദ് എന്നിവർ. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം ഭക്തി നിർഭരമായി. ആയുർവേദ സ്വരൂപനായ ശ്രീ ധന്വന്തിരി മൂർത്തിയെ ദർശിക്കുവാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പുലർച്ചെ 4-ന് ആരംഭിച്ച നിർമ്മല ദർശനത്തോടെയാണ് ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും തുടക്കമായത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് സ്വർഗവാതിൽ ഏകാദശി ആഘോഷിക്കുന്നത്. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധന്വന്തിരി ക്ഷേത്രമാണ് നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രം. അതിവിശേഷമായ വൈകുണ്ഠ ഏകാദശിക്ക് കേരളത്തിനകത്തുനിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത്. 10:30 ആരംഭിച്ച പ്രസാദഊട്ടിൽ 10,000-ലധികം പേർ പങ്കെടുത്തു. ഗോതമ്പ് ചോറും പുഴുക്കും രസകാളനുമായിരുന്നു വിഭവങ്ങൾ. പാളപാത്രത്തിലാണ് പ്രസാദഊട്ട് നൽകിയത്. രാവിലെ 11-ന് പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു. ഉച്ചയ്ക്ക് 1:30-ന് കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് ദീപാരാധന, ഭക്തിഗാനമേള, വിളക്കിനെഴുന്നള്ളിപ്പ്, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പഞ്ചവാദ്യം, മേളം, ഡബിൾ തായമ്പക എന്നിവ നടന്നു. തിരക്ക് നിയന്ത്രിക്കാനും കുറ്റകൃത്യങ്ങൾ തടയുവാനും വൻ പോലീസ് സന്നാഹത്തെ വിനിയോഗിച്ചിരുന്നു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം, ആരോഗ്യ വിഭാഗം, കൊച്ചിൻ ദേവസ്വം ബോർഡ്, ധന്വന്തിരി ആയുർവേദ ആശുപത്രി, ഫയർഫോഴ്സ്, എരുമപ്പെട്ടി ആക്ട്സ് ആംബുലൻസ് എന്നിവയുടെ സഹകരണവുമുണ്ടായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന ദ്വാദശി പണം സമർപ്പണം, ദ്വാദശി ഊട്ട് എന്നിവയോടെ ഈ വർഷത്തെ ഏകാദശി മഹോത്സവത്തിന് സമാപനമാകും. CCTV ന്യൂസ്, എരുമപ്പെട്ടി. നെല്ലുവായ് വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നടന്ന പ്രസാദ ഊട്ടിൽ 10,000-ലധികം പേർ പങ്കെടുത്തു. ഗോതമ്പ് ചോറ്, പുഴുക്ക്, രസകാളൻ എന്നിവ പാളപാത്രത്തിലാണ് ഒരുക്കി നൽകിയത്. പ്രസാദ ഊട്ടിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് പ്രസാദ ഊട്ട് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം സെക്രട്ടറി P. ബിന്ദു, തിരുവില്ലോമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം ഓഫീസർ PB ബിജു, ഏകാദശി പബ്ലിസിറ്റി ചെയർമാൻ PC അബാൽമണി, ഉപദേശക സമിതി അംഗങ്ങളായ KV രമേശ്, CV രാജൻ, TD സുരേഷ്, K. സേതുമാധവൻ എന്നിവർ പങ്കെടുത്തു. നെല്ലുവായ് ഏകാദശിയോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന 38ാമത് ധന്വന്തിരി സംഗീതോത്സവം പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ സമാപിച്ചു. കൊല്ലം GS ബാലമുരളി, ഗുരുവായൂർ മണികണ്ഠൻ, ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം, കലാമണ്ഡലം കാർത്തികേയൻ, അനന്ത് കെ രാജ്, രവി തിച്ചൂർ, സ്മിത വിനോദ്, വർഷ കണ്ണൻ, സുധ മോഹൻദാസ്, രേവതി കെ രാജ്, രാജലക്ഷ്മി മുരിങ്ങത്തേരി, സുമേഷ് താമരശ്ശേരി, മൃദംഗം KB ഗണേഷ്, രാകേഷ് നെല്ലുവായ്, കലാമണ്ഡലം ഹരികൃഷ്ണൻ, ഇടയ്ക്ക, ഇരിങ്ങാലക്കുട നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് ബുധനാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളഭാട്ടം നടക്കും. കോഴിക്കോട് സാമൂതിരി രാജായുടെ വഴിപാടാണ് കളഭാട്ടം.
മണ്ഡലം 1 മുതൽ 40 ദിവസം നടന്ന പഞ്ചഗവ്യാഭിഷേകത്തോടെ ചൈതന്യവത്തായ ബിംബത്തിൽ കളഭം നിറയുമ്പോൾ ദർശന സായുജ്യം തേടി ഭക്തസഹസ്രങ്ങൾ ക്ഷേത്രത്തിലെത്തും. എന്നും ഉച്ചപൂജയ്ക്ക് ഭഗവാനെ കളഭം ചാർത്തുന്നുണ്ടെങ്കിലും മണ്ഡല സമാപന ദിനത്തിലുള്ള കളഭാട്ടം അതിവിശിഷ്ടവും പ്രസിദ്ധവുമാണ്. സാധാരണയേക്കാൾ ഇരട്ടി അനുപാതത്തിലാണ് ചന്ദനവും കുങ്കുമവും അഭിഷേകത്തിന് തയ്യാറാക്കുന്ന കളഭത്തിൽ ഉപയോഗിക്കുക. 40 ഉരുളയ്ക്കടുത്ത് കളഭമാണ് കളഭാട്ടത്തിനായി കരുതുന്നത്. ഇതിന്റെ ഒരുക്കത്തിനായി ക്ഷേത്രം ഓദിക്കന്മാർ പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തും. തന്ത്രിയാണ് രാവിലെ പൂജിച്ച കളഭം ഭഗവാന് അഭിഷേകം ചെയ്യുക. പിറ്റേന്ന് നിർമ്മാല്യ ദർശനം വരെ ഭഗവാൻ ഈ കളഭത്തിൽ ആറാടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. ഭഗവാന് ആടിയ കളഭം ഭക്തർക്ക് വിതരണം ചെയ്യും. കളഭാട്ട ദിനത്തിലെ ഭഗവത് ദർശനത്തിനും പ്രത്യേകതകളേറെയുണ്ട്. ഉത്സവകാലത്ത് സഹസ്രകലശത്തിലൂടെ ഭഗവത് ചൈതന്യം വർദ്ധിക്കുമ്പോൾ മണ്ഡലകാലത്തെ പഞ്ചഗവ്യാഭിഷേകമാണ് ചൈതന്യ തികവേകുന്നത്. കളഭാട്ട ദിനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റേതാണ് ഉത്സവാഘോഷവും ചുറ്റുവിളക്കും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടാകും. വിശേഷാൽ എഴുന്നള്ളിപ്പുകൾക്ക് ഗജവീരന്മാരും മേളക്കൊഴുപ്പേകാൻ പ്രമാണിമാരും നിരക്കുമ്പോൾ ഗുരുവായൂരപ്പ സന്നിധി ഉത്സവത്തിമിർപ്പിലാകും. ഉച്ചകഴിഞ്ഞ് പഞ്ചവാദ്യത്തോടെ കാഴ്ചശീവേലിയും സന്ധ്യയ്ക്ക് തായമ്പകയും രാത്രി മേളത്തോടെ വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടാകും. CCTV ന്യൂസ്, ഗുരുവായൂർ. MDMA-യുമായി 2 യുവാക്കളെ എക്സൈസ് പോലീസ് സംഘം പിടികൂടി. 3 ഗ്രാം MDMA-യുമായി അക്കിക്കാവ് ബൈപ്പാസിൽ നിന്നാണ് യുവാക്കളെ കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ TS സജീഷ് കുമാർ, കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പോളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. മലപ്പുറം താനൂർ താനാളൂർ പാണ്ടിയാട് വിഷാരത്ത് വീട്ടിൽ നാസറിന്റെ മകൻ മുഹമ്മദ് സിനാൻ, താനാളൂർ KD ജാറം ഉള്ളാട്ടിൽ വീട്ടിൽ സക്കീറിന്റെ മകൻ സൈനുൽ ആബിദ് എന്നിവരെയാണ് പിടികൂടിയത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി അക്കിക്കാവ് പന്നിത്തടം റോഡിൽ പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ സ്കൂട്ടറിൽ വന്ന യുവാക്കളിൽ നിന്നും 3 ഗ്രാം MDMA പിടികൂടുകയായിരുന്നു. ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂ ഇയർ ക്രൂസിന്റെ അങ്കമാലി കറുകുറ്റി ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന 3 നില കെട്ടിടത്തിൽ തീപിടുത്തം. കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ ഇടപാടുകാരൻ മരിച്ചു. കണ്ണൂർ സ്വദേശിയും കരയാംപറമ്പിൽ താമസക്കാരനുമായ ബാബു എന്നയാളാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത്. കറുകുറ്റിയിൽ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിന്റെ എതിർവശത്തുള്ള ന്യൂ ഇയർ ഗ്രൂപ്പിന്റെ ഓഫീസ് കെട്ടിട സമുച്ചയമാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന 4 വാഹനങ്ങളും തീപിടുത്തത്തിൽ കത്തിനശിച്ചിട്ടുണ്ട്. കോടികളുടെ നാശനഷ്ടമാണ് തീപിടുത്തത്തെ തുടർന്നുണ്ടായത്. തീ പടരുന്ന സമയം ഓഫീസിലുണ്ടായിരുന്ന 24 ജീവനക്കാർ ഓടി പുറത്തേക്കിറങ്ങിയതിനാൽ കൂടുതൽ ആളപായമുണ്ടായില്ല. തൃശൂർ, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള 10 ഫയർ എഞ്ചിനുകൾ എത്തി ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. പോലീസിലെയും KSEBയിലെയും വിവിധ ഉദ്യോഗസ്ഥരുടെ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് നക്ഷത്രങ്ങൾ തൂക്കിയിരുന്നു. ഇതിനായി ഉപയോഗിച്ചിരുന്ന വയർ കത്തിയതാണോ തീപിടുത്തത്തിന് കാരണമായതെന്ന് അന്വേഷിക്കുന്നുണ്ട്. കേച്ചേരി തലക്കൂട്ടുകര സ്വദേശിയായ പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ന്യൂ ഇയർ ക്രൂസ്. കേച്ചേരിയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപാണ് അങ്കമാലി കറുകുറ്റിയിലെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റിയത്. CCTV ന്യൂസ്, കേച്ചേരി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി വേളയിൽ കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈക്കം സത്യാഗ്രഹം 100 വർഷം പിന്നിടുമ്പോൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന സെമിനാർ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് NB ബിജു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പ്രഭാഷകനും എഴുത്തുകാരനുമായ KT കുഞ്ഞിക്കണ്ണൻ വിഷയാവതരണം നടത്തി. കലാമണ്ഡലം നിർവാഹക സമിതി അംഗം TK വാസു മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിന് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജെയിം ജീവൻ നന്ദിയും പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഫയൽ രഹിത സേവനങ്ങൾ നടപ്പിലാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന K-സ്മാർട്ട് ഡിജിറ്റലൈസ് സംവിധാനം ജനുവരി 1 മുതൽ കുന്നംകുളം നഗരസഭയിലും നിലവിൽ വരും. നഗരസഭ പ്രത്യേക കൌൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമായി. അപേക്ഷ തരുന്നത് മുതൽ നഗരസഭയിൽ നിന്ന് സേവനം ലഭിക്കുന്നതുവരെ അപേക്ഷകൻ നേരിട്ട് വരേണ്ടതില്ല എന്നതാണ് K-സ്മാർട്ട് സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ്വെയർ സംവിധാനം മികച്ച രീതിയിൽ നടപ്പിലാക്കാനും പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനുമായി ജനുവരി 1 മുമ്പ് തന്നെ നഗരസഭയിൽ സിറ്റിസൺ ഫെസിലിറ്റേഷൻ ആരംഭിക്കും. നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ ഇതിനായി വിന്യസിപ്പിക്കും. പുതിയ പദ്ധതിയായതിനാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അതത് വാർഡുകളിൽ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായി K-സ്മാർട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കും. ഇതിലൂടെ കേരളത്തിലെ ഏതൊരു നഗരസഭ കോർപ്പറേഷനുകളിലേക്ക് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ സാധിക്കും. ആധാർ കാർഡ്, മൊബൈൽ ഫോൺ എന്നിവയുടെ ലിങ്ക് സംവിധാനവും ഇതിനായി ഉപയോഗപ്പെടുത്തും. K-സ്മാർട്ട് പദ്ധതിയുടെ ഡാറ്റ പോർട്ടിംഗ് പൂർത്തിയാക്കി
പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളായ ജനന, മരണ, വിവാഹ രജിസ്ട്രേഷൻ, വസ്തുനികുതി, കെട്ടിട നിർമ്മാണ പെർമിറ്റ്, പൊതുജന പരാതി പരിഹാരം, വ്യാപാര ലൈസൻസ് അപേക്ഷകൾ, ബില്ലുകൾ മുതലായവ ഡിസംബർ 27 മുതൽ 5 ദിവസത്തേക്ക് തടസ്സപ്പെടുമെന്നും പൊതുജനങ്ങൾ നഗരസഭയുമായി സഹകരിക്കണമെന്നും സെക്രട്ടറി VS സന്ദീപ് കുമാർ അറിയിച്ചു. യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കൌൺസിലർമാരായ AS സുജീഷ്, ബിജു സി ബേബി, ബീന രവി, ഗീത ശശി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. കാട്ടകമ്പാൽ തിരുവാതിരവാണിയത്തിന്റെ ഭാഗമായി ആർട്ട് കമ്പാൽ ആൻഡ് കേരള ലളിതകലാ അക്കാദമിയുടെ ഏകദിന കലാശില്പശാലയ്ക്ക് തുടക്കമായി. സോപാനം കലാ സാംസ്കാരിക വേദിയിൽ നടന്ന പഠന ക്ലാസ് കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ TS മണികണ്ഠൻ, NK ഹരിദാസൻ, പഞ്ചായത്ത് മെമ്പർ MS മണികണ്ഠൻ, MK ജോൺസൺ, ലളിതകലാ അക്കാദമി ആർട്ടിസ്റ്റ് മാർട്ടിൻ OC, ലളിതകലാ അക്കാദമി പ്രതിനിധി ദിലീപ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. NK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ബിജോയ് നന്ദിയും പറഞ്ഞു. കർണാടക വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ലക്ഷ്മി R ഹെബ്ബാൾക്കർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. നിയമസഭയിലെ സഹപ്രവർത്തക നയന ജവാർ MLA-ക്കൊപ്പമാണ് മന്ത്രി എത്തിയത്. രാവിലെ 10:30 ക്ഷേത്രത്തിലെത്തിയ മന്ത്രിയെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ P മനോജ് കുമാർ, ദേവസ്വം ജീവനക്കാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഗുരുവായൂരപ്പനെ തൊഴുത് ദർശന സായുജ്യം നേടിയ മന്ത്രി ഗുരുവായൂരപ്പന്റെ കളഭവും പഴം, പഞ്ചസാര അടങ്ങുന്ന പ്രസാദം സ്വീകരിച്ചു. താമരപ്പൂ കൊണ്ട് തുലാഭാരം നടത്തിയ മന്ത്രിയും സഹപ്രവർത്തകരും പശുവിനെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു. കടങ്ങോട് പൊറ്റാങ്കുന്ന് ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ ഡിസംബർ 27 ബുധനാഴ്ച ലക്ഷദീപ സമർപ്പണം നടക്കും. ഗുരുവായൂർ ചൂൽപ്പുറം കുടുംബ സംഗമ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 26 ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2-ന് കോട്ടപ്പടി മിലൻ ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ. ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ ലഹരി വിരുദ്ധ സെമിനാറിനും ഡോക്ടർ ഫർഹാൻ ഔഷാദ് ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള സെമിനാറിനും നേതൃത്വം നൽകും. ട്രസ്റ്റ് പ്രസിഡന്റ് K മുഹമ്മദ് അലി, സെക്രട്ടറി മുഹമ്മദ് അലി വാക്കയിൽ, KV അബ്ദുൾ ജലീൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണലി പുലിച്ചക്കാട് മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകളെ തുടർന്ന് ബിംബശുദ്ധി, ശുദ്ധ്യാദി ക്രിയകളും വൈകിട്ട് നാമസങ്കീർത്തന പ്രദക്ഷിണം, നിറമാല, ചുറ്റുവിളക്ക്, ആചാര്യവരണം, മുളയിടൽ, കൊടിക്കൂറ പൂജിക്കൽ എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തിരുവുത്സവത്തിന് കൊടിയേറിയത്. തുടർന്ന് അത്താഴപൂജ, ശ്രീഭൂതബലിക്ക് തിടമ്പെഴുന്നള്ളിച്ച് ശ്രീഭൂതബലി, കാഴ്ചപ്പറ എന്നിവ നടന്നു. മേളത്തിന്റെയും ആനയുടെയും അകമ്പടിയോടെ തിടമ്പ് തിരികെ എഴുന്നള്ളിച്ചു. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. കൊടിയേറ്റത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും ശീവേലി, ശ്രീഭൂതബലി, വിളക്കാചാരം, വിളക്കെഴുന്നള്ളിപ്പ്, ഉത്സവബലി, വലിയ വിളക്ക്, പള്ളിവേട്ട എന്നീ കർമ്മങ്ങളുമുണ്ടാകും. 7-ാം ദിവസം തിരുവുത്സവത്തിന്റെ പ്രധാന ചടങ്ങായ തിരു ആറാട്ട് നടക്കും. രാവിലെ 6-ന് പള്ളിയുണർത്തൽ, പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ശ്രീലകത്തേക്ക് പ്രവേശിക്കൽ, യാത്രാ ബലിയോടുകൂടി ആറാട്ടിനെഴുന്നള്ളിക്കൽ, വൈകിട്ട് 5-ന് ചിറനെല്ലൂർ കൂമ്പുഴ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ആറാട്ടുകടവിൽ പൂജാകർമ്മങ്ങൾക്ക് ശേഷം ആറാട്ട് നടത്തി ദീപാരാധനയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളിക്കും. ഉത്സവ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനം ഒരുക്കും. നടക്കൽപ്പറ സ്വീകരണത്തിനു ശേഷം കലശാഭിഷേകം, പട്ടും താലിയും ചാർത്തൽ, അത്താഴപൂജ, ശ്രീഭൂതബലി, അന്നദാനം എന്നിവയ്ക്ക് ശേഷം ഉത്സവാചാരങ്ങൾക്ക് സമാപനമാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി വരവൂർ പുതുമന കാർത്തിക എമ്പ്രാന്തിരിയും, ഉത്സവ ചടങ്ങുകൾക്ക് തായങ്കാവ് ദേവസ്വം ഓഫീസർ PV ഹരിശങ്കർ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവരും നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളത്ത് വിധവ ജീവന സഹായ സംഘത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനം രമ്യ ഹരിദാസ് MP ഉദ്ഘാടനം ചെയ്തു. ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ, വിഷു എന്നീ ആഘോഷവേളകളിൽ സംഘടനയിലെ അർഹരായവർക്ക് ഒരു കൈ സഹായം നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 25 പേരാണ് സംഘത്തിലുള്ളത്. വർഷത്തിൽ 3 തവണ വീതം പലചരക്ക് സാധനങ്ങളടങ്ങിയ കിറ്റുകൾ ഉദാരമനസ്കരായ വ്യക്തികളുടെ സഹായ സഹകരണത്താൽ ലഭ്യമാക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു. ഇനി ക്രിസ്മസ് വിശേഷം. ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി നാടൊരുങ്ങി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലും ആഘോഷങ്ങൾ നടന്നു. വിവിധയിടങ്ങളിൽ ക്രിസ്മസ് ചന്തകൾക്കും തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്. പിസാറ്റ് കോളേജിൽ
വിപുലമായി ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷിച്ചു. കോളേജ് അങ്കണത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷം മാനേജിംഗ് ഡയറക്ടർ സുനിൽ പി.കെ. ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ലീന സുനിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ HOD മൃദുല, മറ്റ് അധ്യാപകർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ക്ലാസുകളിലെ കുട്ടികൾ ക്രിസ്മസ് കേക്ക് മുറിച്ച ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികൾ, കരോൾ, ഗാനാലാപനം എന്നിവ അരങ്ങേറി. അധ്യാപകർ പരിപാടിക്ക് നേതൃത്വം നൽകി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്രിസ്മസിന് കേക്ക് സമ്മാനിച്ച് കൗൺസിലർ ലബീബ് ഹസൻ. തന്റെ വാർഡിൽ വർഷങ്ങളായി വൃത്തിയാകാതെ കിടന്ന മാലിന്യങ്ങളാണ് 15ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾ 2 ആഴ്ചത്തെ തീവ്ര പരിശ്രമത്തിന്റെ ഫലമായി വൃത്തിയാക്കിയത്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള TP തങ്ക, EK തങ്കമണി എന്നിവർ അടങ്ങുന്നതാണ് തൊഴിലുറപ്പ് തൊഴിലാളി സംഘം. തൊഴിലാളികൾക്ക് വേണ്ടി മാറ്റ് VM ഗീത സ്നേഹ സമ്മാനത്തിന് നന്ദി പറഞ്ഞു. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. ക്രിസ്മസ് വിളംബര ജാഥയോടെ തുടക്കം കുറിച്ച ആഘോഷ പരിപാടികൾക്ക് കുട്ടികളോടൊപ്പം മുഴുവൻ വിശിഷ്ടാതിഥികളും പങ്കെടുത്തു. തുടർന്ന് കരോൾ ഗാനങ്ങൾ, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, ക്രിസ്മസ് മധുരം എന്നിവയുമുണ്ടായി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ലൈനു PK സ്വാഗതവും സ്കൂൾ മാനേജർ ഫാദർ ഐസക് P ജോൺസൺ അധ്യക്ഷതയും വഹിച്ചു. വാർഡ് മെമ്പർ ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അനൂപ് ഫിലിപ്പോസ്, എക്സിക്യൂട്ടീവ് മെമ്പർ ആതിര ശരത് എന്നിവർ ആശംസകൾ നേർന്നു. PTA അംഗങ്ങളും മറ്റ് അധ്യാപകരും നേതൃത്വം നൽകി. ആര്യലോക് ആശ്രമത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. പരിപാവന സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം പകരാനായി കരോൾ ശാന്തിഗീതങ്ങൾ അവതരിപ്പിച്ചു. കക്കാട് പള്ളിയിൽ നിന്നും പുറപ്പെട്ട കരോൾ സംഘം ആര്യലോകത്തെത്തുമ്പോൾ കാരുണ്യനിധിയായ മാർ യൂലിയോസ് തിരുമേനിയും സവിധത്തിൽ എത്തിയിരുന്നു. സൽസംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി എന്ന ഉദ്ധരണികളെ ഉദ്ഘോഷിപ്പിച്ചുകൊണ്ടായിരുന്നു യൂലിയോസ് തിരുമേനി വിശ്വാസികളെ ആനന്ദസാഗരത്തിൽ സ്നാനം ചെയ്തത്. ക്രിസ്മസ് കേക്ക് മുറിച്ച് തിരുമേനിയും ആര്യമഹർഷിയും പരസ്പരം സൗഹൃദം പങ്കിട്ടു, സ്നേഹ സന്ദേശം പകർന്നു. സ്വാർത്ഥ താൽപര്യങ്ങൾക്കു വേണ്ടി യുവതയെ നാശോന്മുഖമാക്കുന്ന സാത്താന്റെ വചനങ്ങളിലേക്ക് തിരിയുന്ന സമൂഹത്തിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വെളിച്ചം വിതറാൻ ഇത്തരം സദസ്സുകൾ തപസ്സാക്കണമെന്നും ആര്യലോകത്തിന്റെ ത്യാഗാർദ്രമായ സന്നിധിയിൽ സംഭവിച്ച കരോൾ എല്ലാ വർഷവും ഡിസംബർ 21-നായിരിക്കട്ടെയെന്നും മഹർഷിയെ പിതാവ് ഓർമ്മിപ്പിച്ചു. കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ആഘോഷ ചടങ്ങിൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ മാത്യു ജോർജ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് മാനേജർ അബ്ദുൾ ഗനി അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ നാസർ സ്വാഗതവും PTA പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കേക്ക് നൽകി. അധ്യാപകരുടെ ക്രിസ്മസ് പാട്ടും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. കാഞ്ഞിരമുക്ക് MG സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഗീവർഗീസ് വിൽസനച്ചൻ അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് രേഷ്മ, പ്രധാനാധ്യാപിക ഗ്ലോറി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലാ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും നൽകി. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിൽ കാഞ്ഞിരത്തിങ്കൽ വാർഡിൽ ക്രിസ്മസ് പരിപാടികൾ നടത്തി. MG സ്കൂൾ 45, 33 നമ്പർ അംഗൻവാടികളിൽ മെമ്പർ AA അബ്ദുൾ റഷീദ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഫാദർ വിൽബിൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. ഹെഡ്മിസ്ട്രസ് ഗ്ലോറി, സുജ ടീച്ചർ, അംഗൻവാടി ടീച്ചർമാരായ തങ്കമണി, ലീല, പ്രഭിത, സുനിത എന്നിവരും കുട്ടികളുടെ രക്ഷിതാക്കളും പങ്കെടുത്തു. മധുര വിതരണവുമുണ്ടായി. പഴഞ്ഞി പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ ക്രിസ്മസ് കരോളിന് ചെറുതുരുത്തി യുവജന അയ്യപ്പ സേവാ സംഘം സ്വീകരണം നൽകി. വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, ട്രസ്റ്റി CC സക്കറിയ എന്നിവരുടെ നേതൃത്വത്തിൽ പള്ളിയിലെ യുവജന പ്രസ്ഥാനം പ്രവർത്തകരാണ് ക്രിസ്മസ് കരോളുമായി എത്തിയത്. അയ്യപ്പ സേവാ സംഘം ഓഫീസിൽ വെച്ച് ഭാരവാഹികൾ ഇവരെ വരവേറ്റു. ക്രിസ്മസ് ഗാനങ്ങൾ പാടിയും ആശംസകൾ നേർന്നും സമ്മാനപ്പൊതികൾ നേർന്നും യുവജന പ്രസ്ഥാന ഭാരവാഹികൾ സ്വീകരണത്തെ വരവേറ്റു. അയ്യപ്പ സേവാ സംഘം പ്രവർത്തകർ മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഗ്രാമങ്ങളിൽ ക്രിസ്മസ് കരോളുകൾ സജീവമായി. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാടും നഗര ഗ്രാമവീഥികളും. വെള്ളിയാഴ്ച സ്കൂൾ കോളേജുകൾ ക്രിസ്മസ് അവധിക്ക് അടച്ചതോടെയാണ് രാത്രി സമയങ്ങളിൽ ഗ്രാമങ്ങളിൽ ചെറിയ സംഘങ്ങളായി പാട്ടുകൾ പാടിയും ചെണ്ടയും നാസിക് ഡോളുകളെല്ലാം കൊട്ടിയും സാന്റോ ഡ്രസ്സുകൾ അണിഞ്ഞും ചെറിയ സംഘങ്ങൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തുന്നത്. ശനി ഞായർ ദിവസങ്ങളിലും കരോൾ സംഘങ്ങൾ ക്രിസ്മസിനെ വരവേൽക്കും. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷവും കേക്ക് ചലഞ്ചും വിജയികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു. ക്രിസ്മസ് ആഘോഷം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കേക്ക് ചലഞ്ചിൽ സ്കൂളിലെ 650ഓളം വിദ്യാർത്ഥികളും പങ്കെടുത്തത് പുതിയ കാഴ്ചയായി. ചടങ്ങിൽ PTA പ്രസിഡന്റ് VN ബിനു അധ്യക്ഷനായി. LIC കുന്നംകുളം ബ്രാഞ്ചിൽ നിന്നും CSR ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10,000 രൂപയുടെ ചെക്ക് LIC ചീഫ് മാനേജർ അജയൻ, അഡീഷണൽ ബ്രാഞ്ച് മാനേജർ S അനിൽകുമാർ എന്നിവർ ചേർന്ന് സ്കൂളിന് കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർ രജീഷ് കുമാർ, തൃത്തല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിദ്ദിഖ്, സ്കൂൾ അക്കാദമിക് ചെയർപേഴ്സൺ സുലൈഖ, MPTA പ്രസിഡന്റ് നിതു രതീഷ്, സ്കൂൾ ലീഡർ വൈഗ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ E ബാലകൃഷ്ണൻ സ്വാഗതവും
സീനിയർ ടീച്ചർ വിശാലാക്ഷി നന്ദിയും പറഞ്ഞു. പോർക്കുളം MKM UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിപുലമായി നടത്തി. സമ്മാനപ്പൊതികളുമായി നിൽക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പന്മാരെ കൊണ്ട് മാലാഖമാരെ കൊണ്ടും സ്കൂൾ അന്തരീക്ഷം വർണ്ണാഭമായി. കോർപ്പറേറ്റ് മാനേജർ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്ത ക്രിസ്മസ് സന്ദേശം നൽകി. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, സഭാ ട്രസ്റ്റി ബിനോയ് P. മാത്യു, PTA പ്രസിഡന്റ് ഷിബു PM, MPTA പ്രസിഡന്റ് ലതാ മണികണ്ഠൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് കരോൾഗാന മത്സരവും പാപ്പാനി മത്സരവും മാലാഖ മത്സരവും നടത്തി. മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് ക്രിസ്മസ് കേക്ക് വിതരണം നടത്തി. പ്രധാനാധ്യാപിക ഷീല ടീച്ചർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ലിജോ മാസ്റ്റർ നന്ദി പറഞ്ഞു. വടക്കേക്കാട് നായരങ്ങാടി സീഡ്സ് നോളജ് സെന്ററിന്റെ നേതൃത്വത്തിൽ ജിംഗിൾ ബെൽസ് 23 ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. സെന്റർ ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ ഡയറക്ടർ ബോർഡ് അംഗം ആസിഫ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഡയറക്ടറും പ്രധാന അധ്യാപകനുമായ K. ഉത്തമൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ബോർഡ് അംഗവും അധ്യാപികയുമായ സവിത ശ്രീഹരി, അഞ്ജന ടീച്ചർ, ഇംഗ്ലീഷ് വിഭാഗം മേധാവി OM ജാബിർ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായ അഖിലാൽ, അമൽ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകുട്ടി സ്വാഗതവും ജീവൻ ഷെൽബി നന്ദിയും പറഞ്ഞു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജനകീയ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവാഹകനായി ഭൂമിയിൽ ഭൂജാതനായ ക്രിസ്തുദേവന്റെ ജന്മദിനാഘോഷമായ ക്രിസ്തുമസിന്റെ സ്നേഹം കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജനപ്രതിനിധികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ജീവനക്കാരുടെയും ആശാപ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് ആഘോഷിച്ചത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK ആസീസ്, ടിഒ ജോയ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, ഡോക്ടർ നിമിത തരകൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് ചന്ദ്രൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KR പ്രേംരാജ്, ബിഞ്ചു ജേക്കബ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് KM ഷെമീന, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും സമ്മാനങ്ങളും കേക്കും വിതരണം ചെയ്തു. നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങളുടെ വിതരണവും നടന്നു. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി സജ്ജമാക്കിയ പുൽക്കൂടിന്റെയും ദീപാലങ്കാരത്തിന്റെയും സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ആശുപത്രി ഓഫീസിനോട് ചേർന്ന് സജ്ജമാക്കിയ പുൽക്കൂടിന്റെ ദീപാലങ്കാരം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി നിർവഹിച്ചു. തുടർന്ന് ക്രിസ്മസ് സന്ദേശം നൽകി. അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം അധ്യക്ഷയായി. മേട്രൺ സിസ്റ്റർ ജസ്ന ആശംസ നേർന്ന് സംസാരിച്ചു. ആശുപത്രിയിലെ സ്റ്റാഫ്, നഴ്സിംഗ് സ്കൂളിലെ സ്റ്റുഡൻസ് എന്നിവരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ മനോഹരമായ പുൽക്കൂട് ഒരുക്കിയത്. കറങ്ങുന്ന ക്രിസ്മസ് ട്രീ ഈ വർഷത്തെ പുൽക്കൂടിന്റെ സവിശേഷതയായിരുന്നു. ആശുപത്രിയിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും സന്ദർശകരും ഉൾപ്പെടെയുള്ളവരും ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർ ഗാർഡൻ വിഭാഗം വിദ്യാർത്ഥികൾക്കായി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ഫാദർ പത്രോസ് OIC അധ്യക്ഷത വഹിച്ചു. ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ക്രിസ്തുമസ് സന്ദേശം നൽകി. ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C. രാധാമണി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബൈബിൾ വായന, കരോൾ ഗാനങ്ങൾ, ഗ്രൂപ്പ് ഡാൻസ്, സോളോ സോങ് എന്നിങ്ങനെ വിവിധ പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു. രക്ഷിതാക്കൾക്കായി വെജിറ്റബിൾ കാർവിംഗ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ക്രിസ്തുമസ് സന്ദേശം നൽകി. ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ക്രിസ്മസ് ട്രീ, സ്റ്റാർ മേക്കിംഗ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. തൊഴിയൂർ CMUP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ മേലധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ സുഹറ ഹംസ മോൻ, സഭാ ട്രസ്റ്റി ബിനോയ് P. മാത്യു, PTA പ്രസിഡന്റ് KV നിർമ്മലൻ, MPTA പ്രസിഡന്റ് ആശ ഷിബു, പ്രധാന അധ്യാപിക സ്റ്റെനി K. സ്റ്റീഫൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി MV ഉല്ലാസ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വയലത്തൂർ സെന്റ് സിറിയക് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 6 മണിക്ക് 500-ൽ പരം പാപ്പകൾ അണിനിരക്കുന്ന ബോൺ നത്താലയും സംഗീത നൃത്തച്ചുവടുകളുമായി ഫ്ലാഷ് മോബും നടന്നു. ക്രിസ്മസ് രാവിൽ 24-ന് ക്രിസ്മസ് ട്രീ മത്സരവും കരോൾഗാന മത്സരവും മതബോധന കുട്ടികളുടെ നേതൃത്വത്തിൽ പുൽക്കൂട് മത്സരവും ഉണ്ടാകും. ക്രിസ്മസ് ദിനത്തിൽ വൈകിട്ട് 7-ന് സീനിയർ CLCയുടെ ആഭിമുഖ്യത്തിൽ ഗാനമേള, FKM ചാരിറ്റി 100-ൽ പരം കിഡ്നി രോഗികൾക്ക് ഡയാലിസർ വിതരണം ചെയ്യും. 24-ന് രാത്രി നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ വർഗീസ് പാലത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കേന്ദ്രസമിതി പ്രസിഡന്റ് TK ബ്രൈറ്റ് ജോസഫ്, കൈക്കാരന്മാരായ ലോറൻസ് K. ലൂയിസ്, പാപ്പച്ചൻ V. വർഗീസ്, ജോജു T. തോമസ് എന്നിവർ നേതൃത്വം നൽകി.
CCTVയിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. കോൺഫറൻസ് ഹാളിൽ മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ് എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു. ഡയറക്ടർ ബോർഡ് മെമ്പർ KV ശിവദാസ്, മാനേജർ സിൻഡോ ജോസ്, ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. കുന്നംകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് CF ബെന്നി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളത്തെ ആദ്യ വനിതാ പൈലറ്റ് ആൻ ബിനോയ് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ബദനി ആശ്രമങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC ക്രിസ്മസ് സന്ദേശം നൽകി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OAC, മുൻ പ്രിൻസിപ്പാൾ ഫാദർ പത്രോസ് OAC, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അജ്മൽ ചെമ്മന്നൂർ, ട്രഷറർ സുമേഷ് P. വിൽസൺ, വൈസ് പ്രസിഡന്റ് അഖിൽ രാമപുരം, ജോയിന്റ് സെക്രട്ടറി ബിനേഷ് കീഴൂർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുധീഷ് മേക്കാട്ടിൽ, റഫീഖ് കടവലൂർ തുടങ്ങിയവർ സന്നിഹിതരായി. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി സാന്താക്ലോസ് സംഗമം ബോർണദാലെ സംഘടിപ്പിച്ചു. ക്രിസ്തുമസിന്റെ വരവറിയിച്ച് ചുവന്ന തൊപ്പിയും കുപ്പായവും മുഖംമൂടിയും അണിഞ്ഞ നൂറുകണക്കിന് പാപ്പമാരാണ് വിദ്യാലയ അങ്കണത്തെ ആഘോഷ മുഖരിതമാക്കിയത്. സ്കൂൾ മാനേജർ റവറൻ ഫാദർ വിജു കോലങ്കണ്ണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI ക്രിസ്മസ് സന്ദേശം നൽകി. ക്രിസ്തുമസ് ഗാനത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന അപ്പൂപ്പന്മാരും മാലാഖമാരും സൈക്കിൾ സാന്റാകളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. തുടർന്ന് കരോൾ ഗാനം, പുൽക്കൂട് നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങളുണ്ടായി. വിവിധ കലാപരിപാടികളും നടന്നു. PTWA പ്രസിഡന്റ് PM മനീഷ്, KGPTWA പ്രസിഡന്റ് ജോജിത് T. രാജൻ എന്നിവർ സംബന്ധിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ UP വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ചൊവ്വന്നൂർ മറീന ഹോമിൽ അന്തേവാസികൾക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ചു. ജംഗിൾ ബെൽസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷം മറീന ഹോമിലെ സിസ്റ്റർ നിവ്യ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അധ്യാപകൻ ആന്റണി മാസ്റ്റർ അധ്യക്ഷനായി. വിദ്യാർത്ഥികൾ സമ്മാനങ്ങൾ കൈമാറി. തുടർന്ന് അധ്യാപകർ, വിദ്യാർത്ഥികൾ, മറീന ഹോമിലെ അന്തേവാസികൾ എന്നിവർ ചേർന്ന വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങൾ മറീന ഹോമിലേക്ക് നൽകി. അധ്യാപിക ബിജി ഗീവർഗീസ് എന്നിവർ നേതൃത്വം നൽകി. 135 വർഷത്തോളമായി കുന്നംകുളത്തെ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ YMCA ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് കരോൾഗാന മത്സരം നടത്തി. YMCAയുടെ 26ാമത് കരോൾഗാന മത്സരം മുൻ വർഷങ്ങളിലേതുപോലെ ചിറളയം YMCA മന്ദിരത്തിൽ വെച്ചാണ് നടന്നത്. YMCA നാഷണൽ പ്രസിഡന്റ് വിൻസെന്റ് ജോർജ് കരോൾഗാന മത്സരം ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹനോൻ മാർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത ക്രിസ്മസ് ദിന സന്ദേശം നൽകി. കുന്നംകുളം YMCA പ്രസിഡന്റ് ഷൈജൻ C. ജോബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ അവാർഡ് വിതരണം നടത്തി. നാഷണൽ ട്രഷറർ റെജി ഇടയാറന്മുള, ജോൺസൺ മാറോക്കി, അനിൽ K. സാമുവൽ, എബ്രഹാം ലിങ്കൺ എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിനു ശേഷം ക്രിസ്മസ് കരോൾ ഗാന മത്സരം ആരംഭിച്ചു. പ്രമുഖരായ ടീമുകൾ കരോൾ ഗാനങ്ങൾ അവതരിപ്പിച്ചു. മത്സരത്തിൽ ഓൾ സെയിൻറ്റ്സ് CSI ചർച്ച് തൃശൂർ 1ാം സ്ഥാനവും ആർത്താറ്റ് മാർത്തോമ ചർച്ച് 2ാം സ്ഥാനവും മാർ അപ്രേം ചർച്ച് തൃശൂർ 3ാം സ്ഥാനവും നേടി. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സൺ സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് പരിസര പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ കൈമാറി. അടുപ്പുട്ടി കരുണാലയം, മേരിമാത ബോയ്സ് കോട്ടേജ്, ആർത്താറ്റ് ലൂസിയ ചിൽഡ്രൻസ് ഹോം, അഞ്ഞൂർ ദിവ്യദർശൻ എന്നിവിടങ്ങളിലേക്കാണ് സാധനങ്ങൾ കൈമാറിയത്. അധ്യാപകരായ മെറീന തോമസ്, രുക്മ കെയർ, സാംസി സക്കറിയ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെറായി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി. വിദ്യാർത്ഥികൾ അണിനിരുന്ന ഘോഷയാത്ര നാക്കോല സെന്ററിൽ നിന്ന് എത്തി സ്കൂളിൽ സമാപിച്ചു. ഫ്ലാഷ് മോബ്, കരോൾ ഗാനം എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് സ്കൂളിന്റെ 100ാം വാർഷിക വിളംബരം അറിയിച്ച് കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. കുട്ടികളുടെ മെഗാ നൃത്തവും സ്കൂൾ അങ്കണത്തിൽ നടത്തി. പ്രധാന അധ്യാപിക ഇൻചാർജ് മീനമോൾ, മറ്റ് അധ്യാപകരും നേതൃത്വം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം മെലോഡിയ 2023 എന്ന പേരിൽ ക്രിസ്മസ് ഈവ് സംഘടിപ്പിച്ചു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ ഷാജി തോമസ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. ജയശങ്കർ, വാർഡ് മെമ്പർ പ്രദീപ് കൂനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കോർഡിനേറ്റർ സജീവ് മാത്യു സ്വാഗതം പറഞ്ഞു. കാട്ടകമ്പാൽ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ മിഥുൻ സക്കറിയ പദ്ധതി വിശദീകരണം നടത്തി. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷിജു കോട്ടോൾ, ഷാനവാസ് കരിക്കാട്, വിഷ്ണു NM, ആദിത്യൻ എന്നിവർ സംസാരിച്ചു. മാധ്യമരംഗത്ത് സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച CCTV സീനിയർ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിനെയും നൈസ് TV CEO സുമേഷ് വിൽസൺ, ബാൻഡ് കളിയിൽ 60 വർഷം പൂർത്തീകരിച്ച കൊച്ചി നെൽസൺ മാസ്റ്റർ, സാക്സോഫോണിൽ 40 വർഷക്കാലം പൂർത്തീകരിച്ച ജോൺ നീലങ്കാവിൽ, ഗാനമേളയിൽ 40 വർഷത്തോളം കമ്പോസറായ വിനു കാക്കശ്ശേരി, 30 വർഷത്തോളം കീബോർഡ് ആർട്ടിസ്റ്റായ ജോഷി പുന്നേർകുളം, ഫ്ലവേഴ്സ് TV ഫെയിം കോമഡി ഉത്സവം പ്രകാശൻ പോന്നൂർ, അമൃത TV കോമഡി മാസ്റ്റർ 5 സ്റ്റാർ ആർട്ടിസ്റ്റ് കിഷോർ ചേലക്കര, മേളകുലപതി സുനീഷ് പെരുന്തുരുത്തി
തുടങ്ങി വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. തുടർന്ന് മിജോ മിഥുന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. ഗാനമേളയും ഉണ്ടായി. മറ്റത്തിന്റെ തെരുവുകൾ കീഴടക്കിയ ക്രിസ്മസ് പാപ്പമാർ. മറ്റം സെന്റ് തോമസ് ഇടവകയുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ബോൺ നത്താലെ സംഘടിപ്പിച്ചത്. ഇടവകയ്ക്ക് കീഴിലെ 24 കുടുംബ കൂട്ടായ്മയിൽ നിന്നായി 1000-ഓളം വരുന്ന വിശ്വാസികളാണ് പാപ്പാവേഷം ധരിച്ച മറ്റത്തിന്റെ തെരുവുകൾ കീഴടക്കിയത്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ നിന്നും വൈകിട്ട് 7 മണിയോടെയാണ് കരോൾ ഗാനങ്ങളുടെ അകമ്പടിയോടെ ബോൺ നത്താലെ ആരംഭിച്ചത്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ക്രിസ്മസ് ഗാനങ്ങൾക്കൊപ്പം ഇടവക ദേവാലയത്തിലേക്ക് ചടുലമായ ചുവടുകൾ വെച്ചാണ് നീങ്ങിയത്. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ളവർ പാപ്പാവേഷം ധരിച്ച് വനമാതാവിന്റെ കുന്നിറങ്ങിയെത്തിയപ്പോൾ മറ്റം സെന്റർ വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി പേരാണ് വരവേൽക്കാനായി ഉണ്ടായിരുന്നത്. കുടുംബ യൂണിറ്റുകൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമായി നടന്ന ബോൺ നത്താലെ ആവേശകരമാകുന്നതിനായി ഓരോ യൂണിറ്റും വ്യത്യസ്തമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. വർണ്ണവിസ്മയം തീർക്കുന്ന ദീപങ്ങളാൽ തൊപ്പികളും വടിയും അലങ്കരിച്ചത് ആകർഷകമായി. മറ്റം ഗ്രാമത്തിന് വ്യത്യസ്തമായ അനുഭവം സമ്മാനിച്ച് രാത്രി 10 മണിയോടെ ബോൺ നത്താലയ്ക്ക് സമാപനമായി. വികാരി ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ആന്റണി ചിറ്റ്ലപ്പള്ളി, കൈക്കാരന്മാരായ KL ജോൺസൺ, PA വർഗീസ്, KF സൈമൺ, KR ജിൻസൺ, ബോൺ നത്താലെ കമ്മിറ്റി കൺവീനർ CD ഷിൻഡോ, കമ്മിറ്റി അംഗങ്ങളായ KJ ജിജോ, ഡിക്സൺ മാത്യു, TI ജോബി, മിനി തോമസ് എന്നിവർ നേതൃത്വം നൽകി. ക്രിസ്മസ് പുതുവത്സര വിപണി സജീവമായപ്പോൾ താരമായത് വൈവിധ്യമേറിയ ക്രിസ്മസ് ട്രീകൾ. LED നിയോൺ നക്ഷത്രങ്ങൾക്കായിരുന്നു വിപണിയിൽ ഡിമാൻഡ്. ഈ വർഷം വിപണിയിൽ വൈവിധ്യമായത് ക്രിസ്മസ് ട്രീകളാണ്. പ്ലാസ്റ്റിക്, ഫൈബർ നാരുകളിൽ തീർത്ത വെളുത്ത ക്രിസ്മസ് ട്രീകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. ഡെക്കറേഷൻ ലൈറ്റുകൾ, നക്ഷത്രങ്ങൾ, ക്രിസ്മസ് ട്രീ, കേക്കുകൾ തുടങ്ങി ക്രിസ്മസിനെയും ന്യൂ ഇയർ ആഘോഷങ്ങളെയും വരവേൽക്കാനുള്ളതെല്ലാം വിപണിയിൽ നിറഞ്ഞിരിക്കുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 40-60% അധിക വിൽപ്പനയാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്. നക്ഷത്ര വിളക്കുകളുടെ കച്ചവടത്തിൽ LED നിയോൺ നക്ഷത്രങ്ങൾക്കും ചുവപ്പും വെള്ളയും ഇടകലർന്ന വാൽ നക്ഷത്രങ്ങൾക്കുമാണ് ആവശ്യക്കാർ. കടലാസ് കൊണ്ടുള്ള സാധാരണ നക്ഷത്ര വിളക്കുകൾ തേടിയെത്തുന്നവരുമുണ്ട്. ചെറിയ സൈസിലുള്ള 10 രൂപ വിലയുള്ളവ മുതൽ 1000 രൂപയുടെ വരെ കടലാസ് നക്ഷത്രങ്ങളും LED നക്ഷത്രങ്ങളും തേടി ആവശ്യക്കാരെത്തുന്നുണ്ട്. റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കുമുണ്ട് ഡിമാൻഡ്. തടിയിലും മുളയിലും തീർത്ത പുൽക്കൂടുകളാണ് വിപണിയിലുള്ളത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, തെർമോകോൾ, ഈറ്റ, ചൂരൽ, ഹാർഡ്ബോർഡ് എന്നിവയ്ക്ക് പുറമെ ഫൈബറിൽ തീർത്ത പുൽക്കൂടുകളും സുലഭമാണ്. ഇത്തവണ വൈവിധ്യമായത് ക്രിസ്മസ് ട്രീകളാണ്. റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീകൾക്ക് 350 രൂപ മുതലാണ് വില. 3000 വരെ വിലയുള്ള ക്രിസ്മസ് ട്രീകളും ലഭ്യമാണ്. പ്ലാസ്റ്റിക്, ഫൈബർ നാരുകളിൽ തീർത്ത വെളുത്ത ക്രിസ്മസ് ട്രീയാണ് തരംഗമായത്. ട്രീകൾക്കുള്ള അലങ്കാര വസ്തുക്കൾക്ക് പൊള്ളുന്ന വിലയാണ്. എന്നിരുന്നാലും ഈ സീസണിൽ വ്യാപാരികൾക്ക് ശുഭപ്രതീക്ഷ ഏറെയാണ്. CCTV ന്യൂസ്, വേലൂർ. കണ്ണനു മുന്നിൽ നൃത്താർച്ചനയുമായി നടി ആശാ ശരത്തും മകൾ ഉത്തര ശരത്തും. ചടുലത കൊണ്ട് ഇരുവരും ആസ്വാദകരുടെ മനം കവർന്നു. ആശാ ശരത്തിന്റെ ദുബായിലെ കൈരളി കലാകേന്ദ്രം എന്ന നൃത്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റത്തിനായാണ് ഇവർ ഗുരുവായൂരിലെത്തിയത്. 20 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റമാണ് നടന്നത്. കൃഷ്ണാനി ബേഗനെ ബാരോ എന്ന കീർത്തനത്തിലാണ് ആശാ ശരത്ത് ചുവടുവെച്ചത്. ഓരോ രംഗങ്ങളും നൃത്ത ചുവടുകളിൽ വർണ്ണിച്ചു. അഭിനയാശം കൊണ്ട് അമ്മയും മകളും ആസ്വാദക ഹൃദയങ്ങളിലേക്ക് ആവേശ തിരകളടിച്ചു കയറ്റി. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ സദസ്സ് 1.5 മണിക്കൂറോളം കരഘോഷത്തോടെയാണ് വരവേറ്റത്. ആശയുടെ കുടുംബാംഗങ്ങളും നൃത്തം ആസ്വദിക്കാനായി എത്തിയിരുന്നു. AL നിർമ്മലമാത കോൺവെന്റ് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി. പ്രൊവിൻഷ്യൽ മദർ ഡോക്ടർ സിസ്റ്റർ സോഫി പേരേപ്പാടം, AL സെന്റ് ഫ്രാൻസിസ് സേവിയർ ഇടവക വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട്, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ അനുദാസ് K, ഫ്ലവേഴ്സ് TV ഫെയിം വൈഷ്ണവി ശ്രീഹരി, സിനിമാ ബാലതരം അശ്വിൻ ബാബു എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ലീഡർ K കരുണാകരന്റെ 13ാം ചരമവാർഷികം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. അക്കിക്കാവ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചരമവാർഷികാചരണം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് N രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി P പ്രവീൺകുമാർ, PM അബ്ബാസ്, K രാമകൃഷ്ണൻ നായർ, വാർഡ് മെമ്പർ രേഖ ജയറാം, അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, AM നാസർ, PA രാമകൃഷ്ണൻ, ശ്രീകാന്ത്, AA അനസ്, ജോർജ്, സൈമൺ, അജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി പി യതീന്ദ്രദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ PV ബദറുദ്ദീൻ, ബക്കർ പുന്ന, ശിവൻ പാലിയത്ത്, PI ലാസർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ലീഡർ K കരുണാകരൻ അനുസ്മരണ യോഗം പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. K കരുണാകരൻ ധീരത കാണിച്ചത് കേരളത്തിന്റെ വികസനം വേഗത്തിലാക്കുന്നതിന് വേണ്ടിയാണെന്ന് സ്റ്റാൻലി അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി AD സാജു അധ്യക്ഷനായി. നേതാക്കളായ വർഗീസ് മാനത്തിൽ, പ്രസാദ് പണിക്കൻ, NK സുലൈമാൻ, KP വിവേകൻ, PR പ്രേമൻ, കോയ പോക്കാക്കിലത്ത്, ജോബിൻ ജോസ്, CA പീറ്റർ, രവീന്ദ്രൻ കാക്കനാട്ട്, പ്രസാദ് വാഗ, PV വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റം കോൺഗ്രസ് ഓഫീസിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം DCC സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NA നൌഷാദ് അധ്യക്ഷനായി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, AA കൃഷ്ണൻ, ജയൻ പാണ്ഡിയത്ത്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CJ ആന്റണി, ക്ഷീരസംഘം പ്രസിഡന്റ് KS വാസു, INTUC മണ്ഡലം പ്രസിഡന്റ് യൂസഫ് ആളൂർ, സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ TL ലോനപ്പൻ, KJ ബിജു, കോൺഗ്രസ് നേതാക്കളായ ഷാജു തരകൻ, സിംസൺ ആളൂർ എന്നിവർ സംബന്ധിച്ചു. പുന്നയൂർ K കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ലീഡറുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും ലീഡർ അനുസ്മരണവും നടത്തി. മന്നലാകുന്ന് സെന്ററിൽ നടന്ന അനുസ്മരണം ഫൗണ്ടേഷൻ കൺവീനർ TM മഹ്ഷൂഖിന്റെ അധ്യക്ഷതയിൽ K മൊയ്തുട്ടി ഉദ്ഘാടനം ചെയ്തു. ഷിബിൽ ബിൻ ഷുക്കൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഷെബീർ റംളാൻ, PM സാദിഖ്, താഹിർ കിണർ എന്നിവർ സംസാരിച്ചു. അലി തണ്ണിത്തുറയ്ക്കൽ സ്വാഗതവും സുനിൽ പുതിയേടത്ത് നന്ദിയും പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. സംസ്ഥാനത്തെ ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 15 മുതൽ 19 വരെ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ബെത്ക്ലേവ് എന്ന പേരിൽ വിദ്യാഭ്യാസ എക്സ്പോ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ വിദ്യാഭ്യാസ പഠന രീതികൾ പരിചയപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതോടനുബന്ധിച്ച് ഓൾ കേരള ബാസ്കറ്റ്ബോൾ, കരാട്ടെ, ക്വിസ്, IT, പെയിന്റിംഗ് മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മാധ്യമ സെമിനാർ, കൾച്ചറൽ ഇവന്റ്, 60 കഴിഞ്ഞ ബാസ്കറ്റ്ബോൾ താരങ്ങളെ ആദരിക്കൽ എന്നിവയും നടക്കും. എക്സ്പോയിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ പ്രമുഖർ പങ്കെടുക്കുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OAC, മുൻ പ്രിൻസിപ്പാൾ ഫാദർ പത്രോസ് OAC എന്നിവർ അറിയിച്ചു. ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പുതിയ കാര്യങ്ങൾ, പാഠപുസ്തകത്തിനൊക്കെ പുറത്തുള്ള പുതിയ കാര്യങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള അവസരം. 2, വിവിധ സ്കൂളുകളിൽ ഉള്ളവരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. അത് ബദനിയുടെ തന്നെ വിവിധ സ്കൂളുകളുമുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പ്രദേശങ്ങളിലുള്ള വന്നു ചേരാൻ പറ്റുന്നവരെയും കൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. പഴഞ്ഞി അയലൂർ ചീനിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം ഞായറാഴ്ച ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പൂരം CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് നട തുറക്കൽ, ചുറ്റുവിളക്കും ദീപാരാധനയും തുടർന്ന് കൊടിയേറ്റം തന്ത്രി അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തി. അത്താഴപൂജയ്ക്ക് ശേഷം രാഗം ആർട്സ് സെന്റർ പൂരാഘോഷ കമ്മിറ്റിയുടെ നാടകം അമ്പലപ്പുഴ സാരഥി 2 ദിവസങ്ങളിലായി നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി രാജു, ഊരാളൻ സുബ്രഹ്മണ്യൻ ചുങ്കത്ത്, പ്രസിഡന്റ് മുകേഷ് MK, സെക്രട്ടറി ബിനീഷ് VA, ട്രഷറർ സുദർശൻ AV, വൈസ് പ്രസിഡന്റ് ഭരതൻ AK, ജോയിന്റ് സെക്രട്ടറിമാരായ സാജു PK, സുരേന്ദ്രൻ AV തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ 5-ന് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടാകും. ക്ഷേത്രം തന്ത്രി അണ്ടലാടി ദിവാകരൻ നമ്പൂതിരി, മേൽശാന്തി രാജു, ഊരാളൻ സുബ്രഹ്മണ്യൻ ചുങ്കത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. വൈകിട്ട് 4-ന് വിവിധ കമ്മിറ്റികളുടെ ആനപ്പൂരങ്ങളുടെ വരവ് ആരംഭിക്കും. 5:30 കൂട്ടിയെഴുന്നള്ളിപ്പിന് മൂക്കുതല അനിയന്മാരാർ, ചൊവ്വലൂർ മോഹനൻ വാര്യർ, മൂക്കുതല അപ്പുമാരാർ എന്നിവരുടെ പാണ്ടിമേളം അകമ്പടിയാകും. 6:30-ന് ചുറ്റുവിളക്ക്, ദീപാരാധന, തുടർന്ന് 6:50 മുതൽ കാവടി, തെയ്യം, തിറവരവ്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി, തായമ്പക എന്നിവ ഉണ്ടാകും. പുലർച്ചെ 4:30-ക്ക് പൂരം കൂട്ടിയെഴുന്നള്ളിപ്പ്, 5:45-ന് കൊടിച്ചുവട്ടിൽ പറവെപ്പ് ശേഷം കൊടിക്കൂറ താഴ്ത്തുന്നതോടെ പൂരമഹോത്സവത്തിന് സമാപനം കുറിക്കും. കമ്മിറ്റി പ്രസിഡന്റ് മുകേഷ് MK, സെക്രട്ടറി ബിനീഷ് VA, ട്രഷറർ സുദർശൻ AV, ഭരണസമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് പെരുമ്പിലാവ്. അക്കിക്കാവ് കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാൾ ഡിസംബർ 25, 26 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അബ്രഹാം മാർ സ്റ്റെഫാനോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഡിസംബർ 24-ന് എൽദോ സന്ധ്യാ നമസ്കാരം നടക്കും.
ഡിസംബർ 25 പുലർച്ചെ 2:30 മുതൽ രാത്രി നമസ്കാരം, തീജ്വാല ശുശ്രൂഷ, പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന എന്നിവ നടക്കും. തുടർന്ന് വൈകിട്ട് 7 മണി മുതൽ സന്ധ്യാ നമസ്കാരം, പടിഞ്ഞാറെ അങ്ങാടി കുരിശുപള്ളിയിൽ നിന്നും കൊടിയും കുരിശും, ആശീർവാദം, ദേശക്കാരുടെ വാദ്യഘോഷം എന്നിവയും നടക്കും. ഡിസംബർ 26 രാവിലെ 7:30 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, ദേശക്കാരുടെ വാദ്യഘോഷം, കൊടിയും കുരിശും, ആശീർവാദം, പെരുന്നാൾ നേർച്ച സദ്യ എന്നിവയും നടക്കും. കുന്നകുളം ഭദ്രാസനത്തിലെ കോർ എപ്പിസ്കോപ്പമാരെ ഡിസംബർ 25 വൈകിട്ട് ഇടവക ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ, കൈക്കാരൻ CS സ്റ്റാൻലി, സെക്രട്ടറി CB ജോസ് എന്നിവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നിർമ്മിക്കുന്ന പുന്നൂർകുളം പഞ്ചായത്തിലെ 6ാം വാർഡ് ഉപ്പുങ്ങൽ 21 നമ്പർ അങ്കണവാടി നിർമ്മാണോദ്ഘാടനം നടത്തി. പഞ്ചായത്ത് ഭരണസമിതിയുടെ 3ാം വാർഷികത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ പൂർത്തീകരിച്ചതും നടപ്പിലാക്കുന്നതുമായ പദ്ധതികളിൽ നിന്നും 30 പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ 2023 ഡിസംബർ മുതൽ 2024 ഫെബ്രുവരി വരെ നടത്തുന്നതിന്റെ ഭാഗമായാണ് ഉപ്പുങ്ങൽ 21 നമ്പർ അങ്കണവാടി നിർമ്മാണോദ്ഘാടനം നടത്തിയത്. സ്മാർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അങ്കണവാടിക്ക് അരിമ്പനയിൽ പരേതനായ ആലുഹാജിയുടെ സ്മരണാർത്ഥം അരിമ്പനയിൽ സുലൈമാനാണ് 10 അടി വഴിയോടുകൂടി 4 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത്. കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകാനും അവരെ ഉല്ലാസഭരിതരാക്കാനും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിലിന്റെ ഡിവിഷൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടും സംയുക്തമായി 14.85 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്മാർട്ട് അങ്കണവാടി പണിയുന്നത്. 690 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ സിറ്റൌട്ട്, കിച്ചൺ, സ്റ്റോർ, ടോയ്ലറ്റ് എന്നിവ ഉണ്ടായിരിക്കും. വാർഡ് 6ലെ 21 നമ്പർ അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനത്തോടുകൂടിയാണ് 3ാം വർഷ ഉദ്ഘാടനത്തിന് തുടക്കമായത്. പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റും കൂടിയായ EK നിഷാർ സ്വാഗതം പറഞ്ഞു. അങ്കണവാടി ടീച്ചർ പ്രിയ ആമുഖവും MGNRS ബിജി റിപ്പോർട്ട് അവതരണവും നടത്തി. ചടങ്ങിൽ അരിമ്പനയിൽ സുലൈമാനെയും വാർഡ് മെമ്പറെയും വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തൽ മൂസ, MMA LP സ്കൂൾ പ്രധാനാധ്യാപകൻ ബിജു മാസ്റ്റർ, 11ാം വാർഡ് മെമ്പർ ഷംസു, മഹല്ല് പ്രസിഡന്റ് ഷെരീഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അംഗൻവാടി ഹെൽപ്പർ LC നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പുന്നൂർകുളം. മലപ്പുറം അയിരൂർ കൃഷി വിജ്ഞാന കേന്ദ്രം കൃഷിക്കൂട്ടം അംഗങ്ങൾക്ക് നൽകുന്ന പരിശീലനത്തിന്റെ ഭാഗമായി കൃഷിക്കൂട്ടം അംഗങ്ങൾക്ക് വിത്ത് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത് പരിശീലനം നൽകി. അയിരൂർ MUM മദ്രസയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ AK സുബൈർ മുന്തിരി സ്ക്വാഷ് ഡോക്ടർ അഖിൽ രാജുവിന് നൽകി ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കൂട്ടം പദ്ധതിയിൽ മലമ്പുഴയിൽ നിന്ന് പരിശീലനം ലഭിച്ച അയിരൂർ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. പേരുമ്പടപ്പ് ADA വിനയൻ മുഖ്യാതിഥിയായി. സുരേഷ്, പ്രിയ, നാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിക്കൂട്ടം അംഗങ്ങൾക്ക് ഡോക്ടർ അഖിൽ രാജും സംഘവും കൃഷി പരിശീലന ക്ലാസ് എടുത്തു. പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും ബ്രോഷറും ബുക്കും ഫയലും വിത്തും ഭക്ഷണവും നൽകി. വ്യത്യസ്ത പദ്ധതികൾ കൊണ്ട് മലയാള കൈരളിയെ കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകാൻ ഗവൺമെൻറ്റിന് കുറേ പദ്ധതികളുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ പോലെയുള്ള ആളുകൾ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. മുഹമ്മദ് അലി വളരെ കൃത്യമായി ചിറമനങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര കവാടത്തിന്റെ സമർപ്പണം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5:30 ക്ഷേത്ര മേൽശാന്തി പുതുമന ഹരീഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സമർപ്പണം നടക്കുക. മടത്തിൽ ഞാലിൽ ഷൈജു ആണ് മനോഹരമായ കവാടം ചിറമനങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിനായി സംഭാവന ചെയ്തത്. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി ചന്ദ്രൻ നായർ, ട്രഷറർ അനിൽ മാസ്റ്റർ, മുൻ പ്രസിഡന്റ് ഗംഗാധരൻ നായർ, വൈസ് പ്രസിഡന്റ് പ്രസാദ് ചിറമനങ്ങാട്, ജോയിന്റ് സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകും. ഖത്തറിലെ പുന്നൂർകുളം മന്നലാങ്കുന്ന് വെൽഫെയർ അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. നജ്മ ഗാർഡൻ റെസ്റ്റോറന്റിൽ ചേർന്ന വാർഷിക യോഗത്തിൽ സെക്രട്ടറി അർഷാദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ആദിൽ റഷീദ്, ട്രഷറർ താഹ ജമാൽ, സെക്രട്ടറി അർഷാദ്, ഇർഫാൻ ഉൽ ഹഖ് എന്നിവർ സംസാരിച്ചു. രക്ഷാധികാരികളായ കാസിം കർത്തക്ക, മുജീബ് കിഴക്കൂട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി പ്രസിഡന്റായി ലാൽമോൻ വലിയകത്തിനെയും സെക്രട്ടറിയായി PK മുഹമ്മദ് യൂസുഫ്, ട്രഷറർ ഇർഫാൻ ഉൽ ഹഖ് എന്നിവരെയും വൈസ് പ്രസിഡന്റായി ഷാഹുൽ കോട്ടപ്പുറത്ത്, ജോയിന്റ് സെക്രട്ടറിയായി താഹ ജമാൽ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. 12 അംഗ എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. ജീവനം 2023 എന്ന പേരിൽ അൻസാർ വുമൻസ് കോളേജ് NSS 137ാം യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പിന് കരിക്കാട് അല്ലമീൻ സ്കൂളിൽ തുടക്കമായി.
കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KA ഉല്ലാസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT കമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ ഹസീന നൌഷാദ്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആരിഫ് TA, സ്കൂൾ മാനേജർ അബൂബക്കർ, കോളേജ് അധ്യാപകരും NSS വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ സ്ത്രീ ശാക്തീകരണ ബോധവൽക്കരണ ക്ലാസ് നടത്തി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭരണിവേല കൊടിയേറ്റം ഭക്തി നിർഭരമായി. മേൽശാന്തി അനീഷ് കൈലാസം കൊടിമരത്തിൽ പൂജ നടത്തി. ദേശക്കാർ കൊടി ഉയർത്തി. തെക്കുമുറി, വടക്കുമുറി, പുതുരുത്തി, കിരാലൂർ, ഹരിജൻവേല കമ്മിറ്റികൾ പങ്കാളികളായി. ജനുവരി 19 വെള്ളിയാഴ്ചയാണ് ഭരണിവേല. കോമരം വാസുദേവൻ, സമിതി സെക്രട്ടറി രാജു മാരത്ത്, പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ, ട്രഷറർ M ഗംഗാധരൻ, ജയൻ മാരാത്ത്, K ചന്ദ്രദാസ്, V അനന്തകൃഷ്ണൻ, V മോഹനകൃഷ്ണൻ, തച്ചംകോട്ട് വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 21 ചാവക്കാട് നടക്കുന്ന ഫാമിലി കോൺഫറൻസിന്റെ ജില്ലാതല പ്രഖ്യാപന സമ്മേളനം നടത്തി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി മന്ദലാകുന്ന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PK അഷ്റഫ് സുല്ലമി ഉദ്ഘാടനം ചെയ്തു. കാസിം ഒരുമനിയൂർ, മുനവർ വടക്കേക്കാട്, VM റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്തഫ മദനി, ഷാഫി സൊബാഹി തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. തുടർന്ന് പോസ്റ്റർ പ്രകാശനവും ഉണ്ടായിരുന്നു. വിപണി. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഫാഷൻ ക്യാമ്പിന്റെ പുതിയ സംരംഭം ഫാഷൻ ക്യാമ്പ് ലേഡീസ് ഫാൻസി ആൻഡ് ബാഗ്സ് പ്രവർത്തനം ആരംഭിച്ചു. ഇരുപത്തിനാല് വർഷത്തിലേറെ കാലമായി കുന്നംകുളത്തിന്റെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് നിറച്ചാർത്ത് നൽകിയ ഫാഷൻ ക്ലബിന്റെ പുതിയ സംരംഭമാണ് ശനിയാഴ്ച രാവിലെ 9:30 കുന്നംകുളം ഗുരുവായൂർ റോഡിലെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഫാഷൻ ക്ലബ് ലേഡീസ് ഫാൻസി ആൻഡ് ബാഗ്സിന്റെ ഉദ്ഘാടനം സ്ഥാപനയുടമ KC ജിയോയുടെ മാതാവ് റൂബി ചിന്നൻ നിർവഹിച്ചു. ആദ്യ വിൽപ്പന ഷാജി തിരുത്തിക്കാട് നിർവഹിച്ചു. റൂബി ചിന്നൻ, സ്ഥാപനയുടമ KC ജിയോ, ഭാര്യ മെർലി ജിയോ, മക്കളായ ജോയൽ, ജോഷുവ, ജാക്സ്, ജുവാൻ, ജിത് എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ജീവനക്കാരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്തു. ലേഡീസ് ഫാൻസി ഐറ്റംസിന്റെയും ബാഗിന്റെയും വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ വിലാസം ഫാഷൻ ക്ലബ് ലേഡീസ് ഫാൻസി ആൻഡ് ബാഗ്സ്, ഗുരുവായൂർ റോഡ്, കുന്നംകുളം. ഫോൺ 9349399993. വടക്കേക്കാട് ICA സ്കൂളിൽ ദീർഘകാലം അധ്യാപകനായും പ്രിൻസിപ്പാളായും സേവനമനുഷ്ഠിച്ച ജോൺ സുന്ദർ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം നടത്തി. ICA പ്രസിഡന്റ് OM മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ICA അലുമിനി പ്രസിഡന്റ് ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ICA സെക്രട്ടറി റഷീദ്, പ്രിൻസിപ്പാൾ ഡോക്ടർ ഷെരീഫ് പവൽ, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK, അധ്യാപകർ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5795 രൂപ, പവന് 46,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 81 രൂപ. ചരമം. വേലൂർ തലക്കോട്ടുകര രായമരക്കാർ വീട്ടിൽ അബൂബക്കറിന്റെ ഭാര്യ ബീവാത്തു നിര്യാതയായി 74 വയസ്സായിരുന്നു. ജബ്ബാർ, മുസ്തഫ, സുലൈമാൻ, കബീർ, റസിയ, ഐഷ, സുഹറ എന്നിവർ മക്കളാണ്. ഖബറടക്കം നടത്തി. ചക്കിത്തറ ഉള്ളിശ്ശേരി ചോലയിൽ രാമൻ മകൻ വാസു നിര്യാതനായി 83 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടക്കും. സന്തോഷ്, സജിത്ത്, സുഷിത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം ഭക്തിസാന്ദ്രം. ആയുർവേദ സ്വരൂപനായ ശ്രീ ധന്വന്തിരി മൂർത്തിയെ ദർശിക്കുവാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് ബുധനാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളഭാട്ടം നടക്കും. കോഴിക്കോട് സാമൂതിരി രാജായുടെ വഴിപാടാണ് കളഭാട്ടം. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളിലെ ലഹരി വ്യാപനം, വ്യാപക പരിശോധനയുമായി എക്സൈസ് സംഘം. 3 ഗ്രാം MDMA-യുമായി അക്കിക്കാവ് ബൈപ്പാസിൽ നിന്നും യുവാക്കളെ പിടികൂടി. അറസ്റ്റിലായത് മലപ്പുറം താനൂർ സ്വദേശികളായ മുഹമ്മദ് സിനാൻ,
സൈനുലാബിദ് എന്നിവർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ചീരമ്പൻ ഫ്രാൻസിസ് മകൻ ജോയിയുടെ ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.